ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചക്കപ്പൊടി ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ചക്ക പറിക്കാൻ വന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വീണ്ടും വന്നോ ചക്കയും കൊണ്ടുവന്ന്. ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക പറിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണനാണ്. വീഡിയോ അവൻ്റെ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. ഞാനും മോളും വണ്ടിയിൽ പോയി എടുത്ത് വന്ന് ഇനിയിപ്പം ഇത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനിവിടെ ചക്ക വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുള മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങി ഉണക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ പുഴുങ്ങി ഉണക്കുമ്പോൾ കുറച്ചും കൂടെ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ അടുപ്പിൽ വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നല്ല തിളച്ച വെള്ളത്തിൽ ആവി കയറ്റാൻ വേണം. അതുകൊണ്ട് വെള്ളമൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഈദിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇതാ ചക്കയൊക്കെ ഞാനിവിടെ ചേണിയൊക്കെ പൂക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ചക്ക വെട്ടുന്നതെന്ന് എനിക്ക് മുമ്പ് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയി. ചക്ക പരീക്ഷണം ഇവിടെ വരെ എത്തി. അപ്പോൾ ഇതാ ചുള ഓരോന്നോരോന്നായി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചക്ക ജാനിയും ഹൃദയും കണ്ടിട്ടില്ല. അതായത് ജാനി ചക്ക പറിച്ച് വന്ന ശേഷം ഫുൾ കാർട്ടൂണിലാണുള്ളത്. ഇത് അമ്മയെ സഹായിക്കുന്നുണ്ട് ചക്ക വെട്ടാൻ വേണ്ടിയിട്ട്. 2 ചക്കയില്ലേ, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആകത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയും കൂടി സഹായിക്കാമെന്ന്. അങ്ങനെ അമ്മ വെട്ടിയിട്ട് ഓരോരോ പീസാക്കി തന്നു. അപ്പോൾ അതിൽ നിന്ന് ക്ലീനാക്കി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കാനും എടുത്ത്, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുഴുക്കുണ്ടാക്കാനും എടുത്ത്, ബാക്കിയാണ് നമ്മളിവിടെ പുഴുങ്ങിയിട്ട് ചക്കപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ജാനി ഒരു തവണ വന്നിട്ടുണ്ട്. അവളെന്താ ബ്രെഡ് അങ്ങാ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഓരോ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരുന്നുണ്ട്. അപ്പോൾ അത് ക്ലീനാക്കി എടുത്താൽ മതിയല്ലോ എനിക്ക്. അപ്പോൾ എല്ലാ പണിയും കൂടി ഒരാൾ ചെയ്യാണ്ട് നമുക്ക് ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായി മാറും. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം എനിക്ക് ഈ ഒരു പണിക്ക് അമ്മയും കൂടെ ഹെൽപ്പിനുള്ളത് കൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ട്. പിന്നെ ചക്കപ്പണി എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. കാരണം ഈ ചക്ക മുറിക്കലും ഒക്കെ അത്ര എല്ലാവർക്കും പറ്റണമെന്നില്ല. എന്നാലോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ വളമൊന്നും ഇടാത്ത നല്ല സാധനമാകുമ്പോൾ നമ്മൾ മാക്സിമം ചക്ക യൂസ് ചെയ്യുക. ചക്കയുടെ യൂസേജ് എന്താണ് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആർക്കും അറിയില്ല. ഈ കാലത്ത് ആരും ചക്ക ഉപയോഗിക്കുന്ന തന്നെയില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ചക്ക തന്നെ കഴിക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഈ നമ്മുടെ പണ്ടുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരൊക്കെ അത്രയും കാലം ജീവിച്ചിരിക്കാൻ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചക്കപ്പുഴുക്കോ ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കും. നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് വളരെ ആയുസ് കുറവാണ്. എനിക്കിത് ഏറ്റവും കൂടുതൽ തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചാച്ചൻ്റെ കാര്യത്തിലാണേ. അച്ചാച്ചന് സുഖമില്ലാണ്ടായിട്ട് ക്യാൻസറിൻ്റെ 3rd സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നത്. അതുവരെ അച്ചാച്ചന് യാതൊരു സിംറ്റംസ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്നില്ലേ ക്യാൻസറിന് ഏറ്റവും നല്ലതാണ് ചക്ക എന്ന്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട്, പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ചക്കയെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം അച്ചാച്ചനാണ്. അച്ചാച്ചൻ ഡെയിലി ചക്കപ്പുഴുക്ക് കഴിക്കലുണ്ടായിരുന്നു. പിന്നെ ചക്ക പുഴുക്കും പിന്നെ പഴുത്ത ചക്കയൊക്കെ കഴിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ആയുസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും എന്താ പറയുക സീരിയസ് ആയ ഒരു അസുഖം അച്ചാച്ചനുണ്ടായിട്ട് അച്ചാച്ചൻ അത് 3rd സ്റ്റേജിലാണ് മനസ്സിലായത്. അതും ലാസ്റ്റ് അതറിഞ്ഞ് അധികകാലം അച്ചാച്ചൻ ഞങ്ങളെ കൂടെ ഇല്ലായിരുന്നു. 1 മാസത്തോളം നിന്ന് പിന്നെ അച്ചാച്ചൻ തിരിച്ചു പോയി, നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. പിന്നെ അന്നൊക്കെ വെച്ചാൽ ഞങ്ങളിങ്ങനെ നമ്മളൊരാൾ നമ്മളെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും അത്രയും സീരിയസ് ആയ ഒരു അസുഖം ഉണ്ടായിട്ടും എന്താ പറയുക ഒരു തവണ പോലും അച്ചാച്ചൻ അത് മനസ്സിലാക്കാതെ പോയല്ലോ എന്നുള്ളത്. പക്ഷെ കുറേയൊക്കെ ഇങ്ങനത്തെ ഓരോ മെഡിസിനാണ്, നാച്ചുറലായിട്ടുള്ള മെഡിസിൻ കാരണമാണ് അവർക്കൊക്കെ ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളും നമ്മളെ മക്കളെ ചക്കേനെ കുറിച്ചിട്ടും ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സ്വയം ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്താണെന്ന്. അതിന് ശേഷം നമ്മൾ മക്കൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ മക്കൾക്ക് ചക്ക ഇഷ്ടമാണ്. പുഴുങ്ങിയതും കഴിക്കും, പഴുത്തതും കഴിക്കും.
ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഓരോ ഐറ്റംസൊക്കെ പരീക്ഷിച്ച് നോക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ ചെറുതാക്കി വെട്ടിയെടുക്കുന്നുണ്ടേ ചക്ക. അപ്പോഴാണ് വേഗത്തിൽ ഉണക്കാൻ പറ്റുക. അതിനാണ് ഞാനങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തത് കാണിച്ചത്. ഇതാ ഇഡ്ഡലി ചെമ്പിലാണ് ആക്കുന്നത്. എൻ്റെ പരീക്ഷണങ്ങളൊക്കെ അടുപ്പിലാണ്. ഞാൻ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതാ ഇത്ര ചെറുതാക്കി വെച്ചിട്ട് നല്ല തിളച്ചിട്ടുണ്ട് വെള്ളം. അതിലേക്ക് ഇതാ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മേലെ ആവി കയറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചാൽ വേഗം തന്നെ ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ആവി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഉണങ്ങിക്കഴിഞ്ഞാലും ഇതിൻ്റെ കളറ് മാറത്തില്ല ചക്കയുടെ. ഇതാ ഉണങ്ങിയ ശേഷം വെള്ളത്തിലിട്ട് ഒന്ന് ഇതാക്കിയ ശേഷം അരിപ്പയിലേക്കിട്ട് വെള്ളം വാർത്തി ഞാൻ ഇനി ഇത് വെയിലത്ത് വിരിക്കാൻ പോവുകയാണ്. വെയിലത്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെയിൽ കൊള്ളണം. 2-3 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ തന്നെ എല്ലാം ശരിയാവും. ഇത് വെയിലത്തേക്ക് ഇടുന്നുണ്ട്. നമ്മളെ മുറ്റത്ത് നല്ല വെയിലാണ്. പക്ഷേ ഞാൻ ഇതാക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന സമയത്ത് അത്ര വെയിലുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ട്രിപ്പിൽ ആ 3 ചക്കയും ഞങ്ങൾ ആവി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗേറ്റ് അടച്ചിടുന്നതുകൊണ്ട് വേറെ പട്ടിയുടെ ശല്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാവുക ചക്ക. കണ്ടില്ലേ ഉണക്കിയത്. കൂടുതൽ ഉണക്കുന്നതിൻ്റെ വീഡിയോസ് ഇല്ലാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, അന്ന് ആ ചക്ക വെട്ടി ഉണക്കാനിട്ട് കിടന്ന ഞാൻ പിന്നെ ചക്ക ഇതാ ഈ രൂപത്തിലായ ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അതിന് പെട്ടെന്നായിരുന്നു എനിക്ക് അപ്പൻഡിക്സിൻ്റെ വേദന വന്നതും സർജറി കഴിഞ്ഞതും ഒക്കെ. ഇതാ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീട്ടിൽ വന്ന ശേഷം എടുത്ത വീഡിയോ ആണിത്. ഇങ്ങനെയുണ്ട് ചക്ക. പൊട്ടുന്ന സൗണ്ട് നിങ്ങൾ കേട്ടോ. നമുക്കിത് പൊടിയാക്കിയിട്ടുള്ള വീഡിയോ വേറൊരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. പൊടിച്ചിട്ടില്ല, അതാ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.